ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് കസ്റ്റർഡ് പൗഡർ കൊണ്ട് എങ്ങനെയാണ് ഫുഡിങ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ പാല് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. കസ്റ്റർഡ് പൗഡർ 1 ടേബിൾ സ്പൂണ്, കുറച്ച് പാലതൊന്ന് മാറ്റി വെച്ചിട്ട് കലക്കിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. പഞ്ചസാരയും കൂടി ആവശ്യത്തിന് എത്ര വേണം അത്ര ഇട്ട് കൊടുക്കണം. പാല് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റർഡ് പൗഡറും കൂടി ഇതിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് തിളക്കട്ടെ. അപ്പോൾ വെനില ഫുഡിങ് മിക്സ് എന്നിട്ടൊരു പൗഡർ വരുന്നുണ്ട്. അത് നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടണ്ട, ഓപ്ഷണലാണ്. എൻ്റെ അടുത്ത് ഉണ്ടായത് കൊണ്ട് ഞാൻ ഇട്ടത്. അല്ലെങ്കിൽ ഒരു കസ്റ്റർഡ് പൗഡർ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുക. അപ്പോൾ ബ്രെഡ് ഒരു 4 പീസ് എടുത്തിട്ട് കട്ട് ചെയ്താലും മതി, ഇല്ലെങ്കിൽ കൈ കൊണ്ട് പൊടിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ കൈ കൊണ്ട് പൊടിച്ചതാണ്. കട്ട് ചെയ്താലും നല്ലതാണ്, പൊടിച്ചാലും ഇങ്ങനെ ഇട്ടാൽ ഇത് നല്ല ടേസ്റ്റാണ് ഈ ഫുഡിങ്. അപ്പോൾ ഒന്നിച്ചിടരുത്, കുറച്ചായിട്ട് ഇട്ടെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്ലിമ്മിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. കട്ട പിടിക്കാത്ത മിക്സ് ആയതിനു ശേഷം നമ്മളൊരു കുപ്പിൻ്റെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുപ്പിൻ്റെ ബൗലില്ലെങ്കിൽ ഏത് പാത്രത്തിലാണെങ്കിലും ഒഴിച്ചിട്ട് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെക്കണം. നോക്കി ഇതുപോലെ എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ അടുത്ത് ഉണ്ടായത് കൊണ്ട് കുറച്ച് ഇട്ടിട്ടുണ്ട്, അത്ര ഇല്ലെങ്കിൽ ഇടണ്ട കേട്ടോ. ഇനി നമുക്കിത് 10 മിനിറ്റ് ഫ്രീസറിലോട്ട് വെക്കാം. കുട്ടികൾ 4 മണിക്കൊക്കെ വരുമ്പോൾ നല്ല, ഇപ്പോൾ ചൂട് ടൈമാണല്ലോ, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടോ. ഈസിയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാധനം കൂടിയാണ്. ഇപ്പോൾ ഇതാ ഫ്രീസറിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് അല്ല, എൻ്റെ ഇതൊരു അരമണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ ഹസ്ബൻഡ് ഇതാ മോളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബായ്.